കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാം. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചാളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻറ്റേ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്? ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല. മധുര സൂപ്പർ മാർക്കറ്റ് സ്റ്റാൻഡിനടുത്ത് വൈക്കം തലയോടപ്പുറമ്പ് ഏറ്റുമാനൂർ കോട്ടയം കുമളി കമ്പംപെട്ടൻ ഉസ്രാപ്പറ്റ വഴി പോകുന്ന മധുര ബസ് സ്റ്റാൻഡിനടുത്ത്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റായിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ. മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷനുണ്ടാവും. ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്.